ഹലോ ഗൈസ്, ഐ ആം സുകന്യ ആൻഡ് വെൽക്കം ടു സുബ്രൂസ് വ്ലോഗ്. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തു ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. സോ അധികം ബ്ലാ വെച്ച് ഞാൻ ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് തന്നെയാണ്. ഇത് മേബ്ലിൻ സെൻസേഷൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് റേഞ്ച് വന്നിട്ട് 11 മെയ്ഡ് ഈസി ആണ്. ഇതൊരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. 6 hours 7 hours വരെയൊക്കെ നമുക്കിത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചാലും ഇന്നറിയുന്ന ലിപ്പിൻ്റെ ഇന്നറിയുന്ന മാത്രമേ ഇത് കുറച്ച് ഫെയ്ഡായി പോകുന്നുള്ളൂ. സെക്കൻഡ് വന്നിട്ട് കോഫി കമാൻഡ് എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇൻസൈറ്റിൻ്റെ ആണ് ഇത്. ഇതും എന്താ പറയുക, നമ്മുടെ ലിപ്പിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും ഈ ഒരു ഷെയ്ഡ്. ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതും ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഒരു 2 to 4 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഒട്ടും ട്രാൻസ്ഫർ പ്രൂഫായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതിത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടിൻറ്റ് നമ്മുടെ ലിപ്പിൽ എപ്പോഴും ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഡെയിലി വെയറിന് പറ്റിയൊരു അഫോർഡബിൾ ലിപ്സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. നെക്സ്റ്റ് വന്നിട്ട് മാസിൻ്റെ ക്ലോസപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. സത്യം പറഞ്ഞ ഈ ഷെയ്ഡ് വാങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇതെൻ്റെ ഞാൻ ഇട്ടിട്ടത് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, കുറച്ച് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് ഓക്കെ ആയിട്ട് തോന്നി. കുറച്ച് ന്യൂഡായിട്ട് എന്താ പറയുക, ഒരു ന്യൂഡ് കളറാണത്. ഞാനിത് കുറേ അധികം അപ്ലൈ ചെയ്യാറില്ല, കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഓക്കെ ആയിട്ട് നിൽക്കും. കുറേ അപ്ലൈ ചെയ്ത് എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നും. ലിപ് ലൈൻ വെച്ചൊക്കെ ലൈൻ ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ സൂപ്പറാണ്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് ഒട്ടും തന്നെ ട്രാൻസ്ഫർ അല്ല, ഒരു 6 hours വരെയൊക്കെ എന്തായാലും ലാസ്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മാസിൻ്റെ തന്നെ മാറ്റ് മൂസ് ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇതിൽ കാണിക്കുന്ന മിക്ക ലിപ്സ്റ്റിക്കും മാസിൻ്റെ ആണ് കേട്ടോ. കാരണം മാസ് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാം കൊണ്ടുവരുന്നത്. എല്ലാം നല്ല സൂപ്പർ ലിപ്സ്റ്റിക്സുമാണ്. എനിക്ക് മാസിൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും ഇഷ്ടമാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പ് ഇത് ഭയങ്കരമായിട്ട് ബ്ലർ ചെയ്യും. എന്താ പറയുക, നമ്മുടെ ആ ലൈൻസൊക്കെ ലിപ്പിൽ ലൈൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നായിട്ട് കുറച്ച് കാണിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല, എന്താ പറയുക, ഇത് ഭയങ്കര ഒരു ക്രീമി, ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് കൂടുതലും ഇങ്ങനെ പിങ്ക്സ് ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെയാണ് ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ അത് ഇവർക്ക് വേറെയും കുറേ ഷെയ്ഡ് റേഞ്ച് ഒക്കെ ഉണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതാണ്. ഇതൊട്ടും ട്രാൻസ്ഫർ അല്ലട്ടോ, നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ തന്നെ അത് ഫുള്ള് പോവും. അതെ, ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക്കിൽ ഏറ്റവും ഫേവററ്റ്. കാരണം എന്താ പറയുക, ഇത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക്. നോക്കിക്കോട്ടോ. ഇത് വന്നിട്ട് മാസിൻ്റെ തന്നെ പോപ്പ് സ്റ്റാർ റേഞ്ചിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് കോറസ് ഗേൾ ആണ്. എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല. ഞാൻ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും ഭയങ്കര കോൺഫിഡൻസ് ഫീലാണ് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ നേരത്ത്. കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര ഒരു ബോൾഡ് ലുക്ക് തരുന്നുണ്ട് ഈ ലിപ്സ്റ്റിക്ക്. ഇനി ഇതൊട്ടും ട്രാൻസ്ഫർ ആവത്തില്ല. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഒരു 1 day ഫുള്ളൊക്കെ നിൽക്കാറുണ്ട്. കാരണം ഞാൻ ഫുഡ് കഴിച്ചാലും എന്ത് ചെയ്താലും ലിപ്സ്റ്റിക്ക് പോവാതെ നോക്കി കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു 1 day ഫുള്ള് ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇപ്പോൾ കാണിച്ച എല്ലാ ലിപ്സ്റ്റിക്കും ഒരു 200-300 റേഞ്ചിൽ ഡെയിലി വെയറിന് അഫോർഡബിൾ ആയിട്ട് പറ്റുന്ന ലിപ്സ്റ്റിക്സ് ആണ്. സോ ഈ ഷെയ്ഡ്സ് ഒക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളതാണ്. സോ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏത് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.